ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളുടെ കമൻസൊക്കെ കാണുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ, നിങ്ങളുടെ സപ്പോർട്ട് കാണുമ്പോഴത്തേക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് നാൾ മുന്നേ ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ്, എന്നാലും അത് എഡിറ്റ് ചെയ്തിടാമെന്ന് വിചാരിച്ചിട്ട് എഡിറ്റ് ചെയ്യണം. കാരണം നിങ്ങൾ ചോദിച്ച കുറേ റെസിപ്പീസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ ചായ തിളപ്പിക്കാനായിട്ട് പാല് വെച്ച് അത് തിളച്ച് വരുവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ദിനവും ഓഫീസുള്ള ദിവസമാണ്, പാത്തുവിന് സ്കൂളില്ല. അങ്ങനെ പാത്തു ഉറക്കമൊക്കെ എണീറ്റ് വന്ന് പല്ലൊക്കെ തേച്ച് ഫ്രഷായി കഴിഞ്ഞപ്പോഴത്തേക്കും പാത്തുവിന് ABC ദോശയും അതുപോലെ തന്നെ ചായയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ ഇരുന്ന് അവൾ കഴിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഉണ്ടാക്കിയത് ബ്രെഡ് ഉപ്പുമാവായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രെഡ് ഉപ്പുമാ ആക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ കറിയൊന്നും വേണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ട് ദിനു ഓഫീസിലേക്ക് പോയി, ഞാനും അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ദിനുവിന് ലഞ്ച് കൊണ്ടുപോകണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സാവധാനത്തിൽ ലഞ്ച് പ്രിപ്പയർ ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ക്ലീനിങ് എല്ലാം നടത്തി, റൂമും ഹോളും എല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷം പതുക്കെ കുക്കിങ്ങിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ക്ലീൻ ചെയ്ത് കിടന്നാൽ തന്നെ നമുക്ക് ഒരു പകുതി സമാധാനമാണ്, കുറേ ജോലി തീർന്ന ഒരു ഫീലായിരിക്കും നമുക്ക്. അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പതുക്കെ ഞാൻ കിച്ചണിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ അയല മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊതുവേ നമ്മൾ മീൻ കഴിക്കാനായിട്ട് ഒത്തിരി കൊതി തോന്നുന്ന സമയത്ത് മാത്രമേ മീൻ മേടിക്കാറുള്ളൂ. കാരണം നമുക്ക് അത്ര ഫ്രഷ് മീൻ കിട്ടാറില്ല. വല്ലപ്പോഴുമാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടുന്നത്. ഇപ്പോൾ പിന്നെ ട്രോളിങ് ആയതുകൊണ്ട് മീൻ മേടിക്കാറുമില്ല കേട്ടോ. അപ്പം മീൻ കൂട്ടാൻ തോന്നി ഇപ്പോൾ അയല മേടിച്ചിട്ടുണ്ടായിരുന്നു. അയല നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഫ്രൈ ചെയ്യാനായിട്ട് വരഞ്ഞിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കറണ്ട് പോയതുകൊണ്ട് അത് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇനിയിപ്പോൾ ഞാൻ അവിയൽ വെക്കാനായിട്ട് പോകട്ടോ. നിങ്ങൾ കുറേ പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്താണ് അവിയലിൻ്റെ റെസിപ്പി കാണിക്കാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ അവിയലിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ പുതിയ വ്യൂവേഴ്സ് കുറേ പേരുള്ളതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒന്നുകൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവിയലിൻ്റെ റെസിപ്പി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും അവിയലിന് നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങ്, ഒരു മുരിങ്ങയ്ക്ക, ഒരു ക്യാരറ്റ്, അതുപോലെ തന്നെ വെള്ളരിക്കയുടെ ഒരു ചെറിയ പീസ്, പിന്നെ നമ്മൾ പടവലങ്ങയുടെ ഒരു ചെറിയ പീസ്, ഏത്തയ്ക്ക എന്തായാലും ഇടണം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു അവിയൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. പിന്നെ അത് മാത്രമല്ല, ചേനയൊക്കെ ഉണ്ടെങ്കിൽ ചേന സെപ്പറേറ്റ് വേവിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ചേന ഇല്ലാത്തതുകൊണ്ട് അത് ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും, ഒരു 1/4 ടീസ്പൂണും 1/2 ടീസ്പൂണിന് എടുക്കും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ഒരു 5-6 മിനിറ്റ് ഈ ഒരു എണ്ണയ്ക്കകത്ത് നമ്മൾ ഈ ഒരു വെജിറ്റബിൾസ് വഴറ്റിയെടുക്കണം. അപ്പം അത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വഴണ്ട് വരുമ്പം അവിയൽ അവസാനം നല്ല ടേസ്റ്റിൽ കിട്ടും. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് അവിടെ ഇരുന്നൊന്ന് കുക്കായി വരട്ടെ കേട്ടോ. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. പിന്നെ വെന്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നാലാണ് വെജിറ്റബിൾസ് നന്നായിട്ടൊന്ന് കുക്കാവുക. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു 3/4 കപ്പോളം തേങ്ങ ചിരകിയതും, അതിലേക്ക് ഒരു 6 കൊച്ചുള്ളി, പച്ചമുളക് 2 ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഇത്ര എടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണം. നമ്മൾ തോരനൊക്കെ എടുക്കുന്നത് പോലെ തന്നെ അത്ര അരിഞ്ഞില്ലെങ്കിലും ഒന്ന് ചതച്ചെടുക്കുകയേ വേണ്ടുള്ളൂ. ഒരുപാട് അരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിയലിനകത്ത് നമുക്ക് അങ്ങനെ ഇടാനായിട്ട് പറ്റില്ല. ഒന്ന് ചതച്ചെടുത്തിട്ട് നമുക്കത് അവിയലിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഞാൻ അവിടെ ചതച്ച് വെച്ചു. ഇനിയിപ്പം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മീനൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഇടുകയാണ് കേട്ടോ. അപ്പോൾ മാരിനേഷൻ്റെ സമയത്ത് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും മസാലകളാണ് ഞാൻ ചേർക്കാറ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളകും ആവശ്യത്തിന് ചേർക്കും കേട്ടോ, കുരുമുളക് പൊടിയും കൂടെ. അപ്പോൾ അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മീനൊന്ന് വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ആ സമയത്തും കറണ്ട് പോയേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ മീനൊക്കെ ഒന്ന് തിരിച്ചു മറിച്ച് വിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതവിടെ കിടന്നൊന്ന് ഫ്രൈ ആവട്ടെ. അപ്പോഴേക്കും കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒരു 90% നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ മേളിൽ കൂടെ കുറച്ച് വെള്ളം കൂടെ, അതും ചെറിയ ചൂടുവെള്ളം തന്നെയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കറികളൊക്കെ വെക്കുമ്പം ചൂടുവെള്ളം തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് അതൊന്ന് കുക്കാകാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 3-4 മിനിറ്റ് അത് അങ്ങനെ ഇരുന്നൊന്ന് കുക്കായി വരട്ടെ. അപ്പോഴേക്കും നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ടാകും. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോഴേക്കും ഈ ഒരു തേങ്ങയുടെ അരപ്പൊക്കെ ഉണ്ടല്ലോ, അത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ അത് നല്ലോണം ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഇരുന്നൊന്ന് ഒന്നുകൂടെ ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് മുരിങ്ങയില കറി വയ്ക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചു. അതുപോലെ തന്നെ 2 വറ്റൽമുളകും കൂടെ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് മുരിങ്ങയില ഒരു കൈപ്പിടി മുരിങ്ങയിലയാണ് കേട്ടോ. അത് നന്നായിട്ട് ഞാൻ വാഷ് ചെയ്ത് ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു അരിപ്പയിൽ വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളം വാർന്ന ആ ഒരു മുരിങ്ങയില ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. മുരിങ്ങയിലയിലെ ജലാംശമൊക്കെ ഒന്ന് വറ്റി വരണം കേട്ടോ. അപ്പോൾ മുരിങ്ങയില ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമ്മൾ അവിയലിലേക്ക് ഇനിയിപ്പം 1 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് പുളിക്ക് വേണ്ടിയിട്ട്. അപ്പം തൈര് വേണമെങ്കിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ പുളിവെള്ളവും ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലിപ്പം തൈരുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 2 മിനിറ്റ് അതങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും കൂടെ ചേർക്കണം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് നമ്മളിങ്ങനെ കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർക്കുമ്പോഴാണ് അവിയലിന് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. അങ്ങനെ അത് ചേർത്തതിന് ശേഷം നമുക്കിത് മൂടി വയ്ക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കണം. ഇനിയിപ്പോൾ ഞാൻ മുരിങ്ങയില കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയൊന്ന് അരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങയും 1/4 ടീസ്പൂൺ ജീരകവും 1 വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. നല്ല പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുക്കണം കേട്ടോ. കുറച്ച് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ആ അരച്ചെടുത്ത ആ ഒരു തേങ്ങ നമ്മൾ ഈ ഒരു അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മുരിങ്ങയിലയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം മുരിങ്ങയില ഫ്രൈ ആയി വന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ മുരിങ്ങയില ഒന്ന് വഴറ്റി അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് നമുക്ക് എന്തുമാത്രം വെള്ളം വേണോ അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചൂടുവെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നമുക്ക് ആ ഒരു കറിയുടെ കൺസിസ്റ്റൻസി എത്ര ലൂസ് ആകണോ തിക്കാകണോ അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒരു തിള വരുമ്പോഴത്തേക്കും നമുക്കത് ഓഫ് ചെയ്യാവുന്നതാണ്. ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കരുത്. അപ്പോൾ അങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില കറിയും റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിയലും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒരു 7-8 മിനിറ്റ് ഞാനിതിങ്ങനെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ആ എണ്ണയും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് നന്നായിട്ട് കുഴഞ്ഞിരിക്കുന്ന അവിയലാണ് കേട്ടോ ഇഷ്ടം, അതുകൊണ്ടാണ് ഇത്രയും കുഴച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും കുഴക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ലഞ്ചിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം അവിയലും മീൻ വറുത്തതും മുരിങ്ങയില കറിയും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. പിന്നെ പപ്പടം കാച്ചിയത് നേരത്തെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസ്. അപ്പോൾ എല്ലാവരും അവിയലും മുരിങ്ങയില കറിയൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ പാത്തുവിനെ പോയി കുളിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പാത്തു കുളിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നിരുന്ന് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അവൾക്ക് ഞാൻ ഉച്ചക്കത്തെ ഫുഡ് ഞാൻ വാരി കൊടുക്കുകയാണ്. മീനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വാരി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് മഴയും പെയ്യുന്നുണ്ടായിരുന്നു വെളിയിൽ. അങ്ങനെ അതിനുശേഷം ഞാനും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ചായിരുന്നു ഇന്നത്തെ. നിങ്ങൾ എന്തായാലും റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന പാത്രങ്ങളൊന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് കുറേ ടൈം സേവ് ചെയ്യാനായിട്ടും പറ്റും. നമ്മുടെ ജോലി ഭാരം ഉള്ളതായിട്ട് നമുക്ക് തോന്നത്തുമില്ല. അപ്പം ഞാൻ കുറേ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പാത്രങ്ങളും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ഒന്ന് കഴുകി എടുത്ത് മാറ്റുവാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഇടുന്ന കമൻസും അതുപോലെ തന്നെ വീഡിയോസ് കാണാത്തപ്പോൾ ഇൻസ്റ്റയിൽ അയക്കുന്ന മെസ്സേജസും ഒക്കെ ഞാൻ കാണാറുണ്ട്. മാക്സിമം റിപ്ലൈ തരാറുണ്ട്. നിങ്ങളുടെ സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.